ഹേ ഓൾ വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പിന്നെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിൽ ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. കുറേ ദിവസമായിട്ട് നിങ്ങളെല്ലാവരും റൂം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റൂം ടൂർ ചെയ്യാഞ്ഞത്. ബട്ട് ഈ വീഡിയോയിൽ ഞാൻ റൂം ടൂറും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ തന്നെ കോഫിയാണല്ലോ നമ്മളിപ്പോഴും കുടിച്ചിട്ട് കാണില്ല, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഗ്രീൻ ടീയിലേക്കൊന്ന് കൺവേർട്ട് ആയിക്കണേ. എന്താണെന്നറിയില്ല, ഒന്ന് ഷുഗർ കട്ട് ചെയ്തൊക്കെ നോക്കാമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഗ്രീൻ ടീൻ്റെ പാക്കറ്റൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി. ബട്ട് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ഈ ടൈമിലാണ് ഞാനത് ഉണ്ടാക്കി നോക്കുന്നത്. നമ്മളെ ചായൻ്റെ അത്ര എത്തൂലെങ്കിലും ബട്ട് കുഴപ്പമില്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിൽ തന്നെയാണ് വരുന്നത്. വലിയ കുഴപ്പമില്ലാണ്ട് കുടിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റൂം ടൂർ കാണിച്ചു തരാം. നിങ്ങൾ ഒത്തിരി ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ആക്കുന്നത്. അങ്ങനെ കാണിക്കാൻ മാത്രമേ ഇതിലൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയതും. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഇപ്പോൾ ഈ അടുത്താണ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തത്. നമുക്ക് ആദ്യം എനിക്ക് ഉണ്ടായതൊരു വൈറ്റ് നോർമൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, പണ്ടത്തെ എൻ്റെ ഉപ്പൂപ്പാൻ്റെ ടേബിളായിരുന്നു. അതിൽ ഞാൻ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു വൈറ്റ് ടേബിൾ വാങ്ങി. ആ ടേബിളാണ് കേട്ടോ ഇത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ലതാണ്. അറൗണ്ട് ഒരു 2000-ൻ്റെ ഉള്ളിൽ 1400 500 അങ്ങനെ എന്തോ അതിനും ആയത്. നല്ല ഗുഡ് ക്വാളിറ്റിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഒരു ഈസ്തെറ്റിക് ലുക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ റൂമിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതും 2 ടേബിളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഓർഗനൈസറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഒരുമിച്ച് വാങ്ങിയതല്ല, പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് വാങ്ങിയതാണ്. ഇതിലാണ്, ഈ ബോക്സിലാണ് ഞാൻ എൻ്റെ എറേസറൊക്കെ ഇട്ട് വെക്കൽ. ഈ എറേസറൊക്കെ ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ ഏതെടുത്താലും 30 രൂപ പറഞ്ഞൊരു ഷോപ്പുണ്ട്. ആടുന്ന് വാങ്ങിയത് ഇങ്ങനെ സെറ്റായിട്ട് കിട്ടും. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ ഐസ്ക്രീമിൻ്റെത്, അതേപോലെ ഈ മിനി ഡയറീസൊക്കെ ഞാൻ കഴിഞ്ഞ 2-3 മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിരുന്നു അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ലബൂബുൻ്റെ പെന്ന്, കുറച്ചൊക്കെ പെന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതുണ്ട്, കോംബോ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് വർത്തായിട്ട് തോന്നും. പിന്നെ കുറച്ച് ക്യൂട്ട് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് പിന്നെ റൂമിലുള്ളത്. ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഭംഗി കൊണ്ടാണ് റൂം ഇത്ര ഈസറ്റിക്കായിട്ട് നിൽക്കുന്നത്. എല്ലാത്തിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ ഷൂട്ടാക്കുന്നത്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനിന്ന് എഗ് ഫ്രൈയും പിന്നെ റൊട്ടിയുമാണ് കഴിക്കുന്നത്. റൊട്ടിയല്ല, ബ്രെഡാണ്, ഫ്ലാക്സീഡ് ബ്രെഡാണ്. എനിക്ക് കുറച്ച് വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊരു പൂതി. അതുകൊണ്ട് കുറേ ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കി പ്രോട്ടീൻ റിച്ച് ആയിട്ട് വരുന്ന ഫുഡൊക്കെ ഒന്ന് കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ മുട്ട വെറുതെ പുഴുങ്ങിയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പം എനിക്കധികം ഒപ്പീനിയൻസൊക്കെ ഞാനിപ്പോൾ ചോദിക്കുന്നത് നമ്മൾ സ്വന്തം ChatGPT-നോടാണ്. ബോസ് നല്ല ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞൊക്കെ തരുന്നുണ്ട്. അപ്പം എനിക്കത് നമ്മൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചാൽ നല്ല ക്ലിയർ പോലെ നമുക്കൊരു ഫ്രണ്ട് പോലെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാൻ എഗ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു റെസിപ്പി ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാറില്ല. എനിക്ക് ചിക്കനെക്കാട്ടും സത്യം പറഞ്ഞാൽ ഈ ഒരു കറി ഇഷ്ടമാണ്. ഇത് ഇതേപോലെ ഉണ്ടാക്കിയാൽ നമ്മൾ ഇതിൽ എഗ്ഗ് ഇടുന്ന സമയത്ത് കുറച്ച് ഓയിലാക്കിയിട്ട് അത് കുറച്ച് നല്ലോണം വേവിക്കുക. മീൻസ് അതൊന്ന് ഒരു പൊരിച്ച രൂപത്തിൽ പോലെ ആവണം. ഇതിന് ഏകദേശം ഒരു ഷെക്ഷൂക്കൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളിതിൽ ക്യാപ്സിക്കം കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ എങ്ങാനായിട്ട് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ബ്രെഡും പിന്നെ ഫ്രൂട്ടായിട്ട് ഞാൻ ഇന്ന് നമ്മളെ ഫ്രിഡ്ജിൽ ഉണ്ടായത് പേരക്ക ആയിരുന്നു. നമുക്ക് വീട്ടിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ടായിട്ട് കഴിച്ചാൽ അത്രയും ഹെൽത്തിയാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരാൻ ആരുമില്ല, കാരണം ഞാനിതൊക്കെ ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയലുണ്ടല്ലോ, ചിക്കൻ കിട്ടിയാലും ബീഫ് കിട്ടിയാലും എനിക്ക് രാവിലെ എത്ര ഹെവി ആയിട്ട് കഴിക്കുന്നു അത്രയും സന്തോഷമാണെന്ന്. പക്ഷേ കുറച്ച് ചേഞ്ച് വരുത്തണമെന്ന് തോന്നി. ഇങ്ങനെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് കുറച്ച് ബോധം വന്നതാണ്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കുഴപ്പമില്ല. ഇപ്പം കുറച്ച് ദിവസമായി ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എപ്പോഴും വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഈവനിങ് വരെയൊക്കെ അധികം ക്ലിപ്സ് എടുക്കാറുള്ളൂ. പക്ഷേ ഇന്ന് നൈറ്റും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുറച്ചധികം കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസ് ഇടുക. നിങ്ങളെല്ലാം കമൻസൊക്കെ ഞാൻ വായിക്കലുണ്ട്. നല്ല നല്ല കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറച്ചും കൂടി വീഡിയോസ് ഇടാൻ ഭയങ്കര മോട്ടിവേഷനൊക്കെ ആണ്. അപ്പം നിങ്ങൾ കമൻസ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ്ങിലേക്കാണ്
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പോയത്. ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉള്ളതാണല്ലോ. ഇന്നാണെങ്കിൽ പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്ത റിലാക്സ് ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. റിലാക്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വലിയ ഹറിബറി ഒന്നുമില്ല, നല്ല സമാധാനത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എപ്പോഴും ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ബെഡൊക്കെ ക്ലീൻ ആക്കലുണ്ട്. പക്ഷെ ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ചും കൂടി ഉറങ്ങുക, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉറങ്ങുക എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ എണീറ്റ് പോയതാണ്. പക്ഷെ ഞാൻ പിന്നെ കിടന്നിട്ടൊന്നുമില്ല. നേരെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. ഓക്കെ, പകുതി പഴി കുറഞ്ഞെന്നുള്ളൊരു തോന്നലാണ് അപ്പം വരിക. പിന്നെ ടേബിളൊന്നും ഇങ്ങനെ പൊടികൾ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് എപ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഒന്നും ക്ലീൻ ചെയ്യാണ്ട് വരുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം പൊടികളും കുറച്ച് ഹെവി ആയിട്ടൊക്കെ തോന്നല്. എനിക്ക് പിന്നെ കരയിച്ച് വലിയ പണിയൊന്നുമില്ല. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഷൂട്ട് ചെയ്തിരുന്നു. അതും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ചിക്കൻ വാങ്ങിയാൽ ഈ റെസിപ്പി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടിപൊളിയാണ്. പിന്നെ അത് ഞാനൊന്ന് പൊരിച്ചെടുക്കാനും ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പൊരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കിച്ചണിലോട്ട് വന്നതായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ പകുതി ഒന്നും ഉണരുക. അതുവരെ ഞാൻ ആഞ്ഞായിരിക്കും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആദ്യമൊക്കെ എനിക്ക് കുളിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുളിച്ച് കഴിഞ്ഞാലേ ഞാനൊന്ന് ഉണരുള്ളൂ. പിന്നെ നേരെ ലഞ്ച് കഴിച്ചു. നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് ഉറങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ റൂമിലേക്ക് പോയത്. ഇന്നലെ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു ചെടീൻ്റെ തൈ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതെനിക്ക് എൻ്റെ കസിൻ തന്നെ പറിച്ചു തന്നതായിരുന്നു. ഓളത് തണ്ടോട് കൂടിയിട്ടാണ് പറിച്ചു തന്നത്. അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഇതിൽ വേറൊന്നും ഇല്ലല്ലോ, ഇത് വെള്ളത്തിലിട്ടാൽ വളരും. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, ഇത് പ്ലാന്റ് ചെയ്താന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു മണി പ്ലാന്റ് ആണോ, എനിക്കറിയില്ല. അപ്പം അത് ജസ്റ്റ് ഒന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുത്ത് എനിക്കിത് ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചിരുന്നു വെള്ളത്തിലിട്ട് വെക്കണം എന്ന്. പക്ഷേ ടൈം കിട്ടിയില്ല. ഞാൻ ഇന്ന് രാവിലത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് പുതിയ പോട്ടാണിത്. ഇതും ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏതെടുത്താലും 30 രൂപ പറഞ്ഞ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാ. നല്ല ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് പോട്ട്. അപ്പം അതിലേക്ക് നമ്മൾ ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മണി പ്ലാന്റ്സ് നമ്മളിവിടെയൊക്കെ ചുറ്റിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പം മണി പ്ലാന്റ്സ് വേണമെന്ന് തോന്നിയപ്പം എനിക്ക് എവിടെയും മണി പ്ലാന്റ്സ് കാണാനില്ല. അങ്ങനെ ഞാൻ ഓളെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് എടുത്തുകൊണ്ടുവന്നതാണിത്. ഇത് മണി പ്ലാന്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏകദേശം അതിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മളെ റൂമിൽ നമ്മളെ കൂടെ കൂടിക്കോട്ടെ വിചാരിച്ച് അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് ജസ്റ്റ് കാണുമ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും എന്തോ ഒരു പോസിറ്റീവ് ഫീലൊക്കെ വരുന്നുണ്ട്. ഇത് എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം റൂമിൽ നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ടേനു. ആ ഒരു ടൈം ആയപ്പം എനിക്ക് ബുക്ക് വായിച്ചാലോ എന്ന് മനസ്സിനൊരു തോര. കുറേ ദിവസമായി ബുക്കൊക്കെ വായിച്ചിട്ട്. ഞാൻ അങ്ങനെ ബുക്ക് വായിക്കുന്ന ടൈപ്പൊന്നുമല്ല. പക്ഷേ ഈ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചത് കൊണ്ട് ജസ്റ്റ് വായിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യം നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ലൈബ്രറിയിൽ മെമ്പർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ലൈബ്രറി പോകുന്ന ഒരാളും ആയിരുന്നു. പിന്നെ മടിയായി, പിന്നെ ഫോൺ നോക്കലായി. പിന്നെ അതിലേക്കൊന്നും വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചിരിക്കുക വിചാരിച്ചു. ഇന്നെന്തോ ഭയങ്കര ഇപ്പം തണുപ്പും കൂടി തുടങ്ങിയതിനുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഒരു തണുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല രസമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഹോബീസൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് ക്രോഷേൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ക്രോഷേ ആർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ച് ചെറിയൊരു ക്രോഷേൻ്റെ ത്രെഡൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു. കുറേ ട്രൈ ചെയ്തിട്ടും എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പെയിൻറ്റിങ്ങിലേക്ക് പോയി. പക്ഷെ എനിക്ക് എന്നാലും ക്രോഷേ പഠിക്കണം ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രോഷേൻ്റെ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടപ്പം ഞാൻ അതിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്തപ്പം അത്യാവശ്യം നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആയിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. എനിക്കാണെങ്കിൽ തുന്നാനോ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പം ഞാൻ എല്ലാം കൊണ്ടും നല്ലൊരു ബിഗിനറാണ്. അപ്പം എനിക്ക് ഒരാൾ പറഞ്ഞു തരാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സായിട്ട് നോക്കിയത്. ഇൻഷാ അല്ലാ അതും കൂടി ഒന്ന് പഠിച്ചിരിക്കണം എന്ന് ഒരാഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ഞാനൊരു ജേർണലിംഗ് അല്ല, ഒരു മെമ്മറി ജേർണലിംഗ്. നല്ല രസമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയ മെമ്മറീസൊക്കെ കളക്ട് ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ബുക്കിൽ ആക്കി വെക്കുന്ന സംഭവം. ഞാനാണെങ്കിൽ അന്ന് പോയപ്പം ഞാൻ കുറച്ച് ടിഷ്യൂസും നമ്മളെ ബില്ലൊക്കെ കളക്ട് ചെയ്തിരുന്നു. പക്ഷേ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഒരു മെമ്മറി ബുക്ക് റെഡിയാക്കായിരുന്നു. ഞാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജേർണലിംഗ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്സ് ആഡ് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മെമ്മറി ബുക്ക് പോലെ റെഡിയാക്കുകയാണ്.
പിന്നെ ഈ പിക്സൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്തതാണ്. A4 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തതാണ്. അതിൽ എത്രത്തോളം പിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു A4 ഷീറ്റിൽ എനിക്ക് ഏകദേശം ഒരു 12-15ഓളം പിക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് 15 രൂപയേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളി. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി, നമ്മളെ മറ്റ് പോളറോയിഡ്സ് പിക്കിൻ്റെ ക്ലാരിറ്റി അല്ല, നമ്മൾ A4ൽ കളർ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു ക്ലാരിറ്റിയിലാണ് നമുക്ക് കിട്ടുക. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഞാനിപ്പോൾ അധികം പ്രിൻ്റ് തന്നെ ചെയ്യൽ. അതേപോലെ നമുക്കിതൊക്കെ ഉണ്ടാക്കട്ടോ. ഞാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്രിൻസും അതേപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജേർണലിങ്ങിൻ്റെ ടിപ്സൊക്കെ ഞാൻ ഷെയർ ആക്കട്ടോ. പിന്നെ കുറച്ച് തോട്ട്സൊക്കെ എഴുതി നമ്മളെ പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ ഈവനിങ് കോഫി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നൈറ്റാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. രാത്രിത്തെ കോസി വൈബൊന്നും ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാട്ടി തന്നിട്ടില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കോഫി കുടിക്കുന്നതൊക്കെ പിന്നെ നിർത്തിയിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ലെങ്കിൽ കോഫി ഇല്ലാണ്ട് പറ്റൂല. പക്ഷെ ഇപ്പം എന്തൊക്കെയോ അഡ്ജസ്റ്റായി വരുന്ന പോലെ എന്തൊക്കെയോ ഒരു നല്ല ഫീലൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാ കുറച്ചും കൂടി ഇതേപോലെ കൊണ്ടുപോകണം. എനിക്ക് അങ്ങനെ വെയിറ്റ് ലോസ് ആവാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളെ ലൈഫിൽ വേണമല്ലോ, അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഡിന്നറിന് ഞാൻ ഇന്നൊരു സാൻഡ്വിച്ചാണ്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാൻഡ്വിച്ച്. ഇതൊക്കെ ഞാൻ ChatGPT പറഞ്ഞു തന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ് ഇന്ന്. പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന ഫുഡ് ഐറ്റംസ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അതിലെനിക്ക് ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ബിക്കോസ് ഞാനിന്ന് വേറെ ഒന്നും കഴിച്ചില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിങ്ങനെ ബേക്കറി ഐറ്റംസ് ആണെങ്കിലും അതും ഇതൊക്കെ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കും. അതിനനുസരിച്ച് എൻ്റെ മുഖത്ത് ആദ്യം പിമ്പിൾസ് ഒന്നും വരുത്തില്ലേനു. ഇപ്പം എൻ്റെ മുഖത്ത് പിമ്പിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ കുറച്ചൊന്ന് ചേഞ്ചായി നോക്കാം. ആദ്യമൊന്നും പറ്റുന്നില്ലേനു, ഇപ്പം ചെറുങ്ങനൊരു മാറ്റം വരുന്നുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചിക്കനും ക്യാപ്സിക്കം ക്യാരറ്റൊക്കെയാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് യോഗേർട്ടും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഡയറ്റാണെന്ന് വിചാരിച്ച് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കണ്ടല്ലോ. കുറച്ചും കൂടി ഇഷ്ടമല്ലാതെ തന്നെ കഴിക്കുമ്പം നമുക്കത് ഇങ്ങനെ ബോറിംഗ് ആയിട്ട് തോന്നൂല. പക്ഷേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് ഫില്ലിംഗ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിക്കും ഈ ബ്രെഡൊക്കെ ഇവർക്ക് ഫില്ലിംഗ് ഉണ്ടോ വിശക്കൂലെന്നൊക്കെ. പക്ഷെ നമ്മളത് ശീലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നും. ഫസ്റ്റ് ഒന്നിനും പറ്റൂല, പക്ഷെ അത് പതിയെ എല്ലാം ചേഞ്ച് ആവും. ഇനി നല്ല കോസി വൈബിൽ ഫുഡ് കഴിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സീരീസോ ഫിലിമോ എന്താണോ ഇഷ്ടം അതൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ ഫ്രൂട്ടായിട്ട് എടുത്തിട്ടുള്ളത് പപ്പായാണ്. പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ചുറ്റുഭാഗത്തും കിട്ടുന്ന ഒരേ ഒരു ഫ്രൂട്ടാണ് പപ്പായ. ഒരേ ഒരു ഫ്രൂട്ടല്ല, എല്ലാ വീട്ടിലും അധികം ഉണ്ടാവുന്നൊരു സാധനമാണല്ലോ പപ്പായ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് എല്ലാത്തിനും കാട്ടും കുറച്ചും കൂടി ഇഷ്ടമാണ്. പപ്പായ ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. പപ്പായ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫില്ലിങ് പോലെ തോന്നലും ഉണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ മൂവിയൊക്കെ കണ്ടിട്ട് ഇന്നത്തെ ഒരു ഡേ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഏത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നും കൂടി പറയാം. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.